നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ ക്ഷേത്രവിശേഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിന്റെ പുണ്യഭൂമിയിൽ ആലാപനങ്ങൾക്കും ആചാരങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും ഇടയിൽ ദിവ്യശക്തിയുടെ സാന്നിധ്യം പകരുന്ന ഒരു മഹാക്ഷേത്രം. കായംകുളത്തു നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ദേവികുളങ്ങര ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം ചുമന്നുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രം. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഈ ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപിണിയായ ഭദ്രാ ഭഗവതി വസിക്കുന്നു. അഭീഷ്ടവരദായിനിയായി ഭഗവതി ഇവിടെ വാഴുന്നു. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. എല്ലാ ജീവികളിലും ശക്തിയായി വാഴുന്ന ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ ക്ഷേത്രവിശേഷത്തെ കൂടുതലായി പരിചയപ്പെടാം. വടക്കേ മലബാറിലെ പൊന്നാനി താലൂക്കിലെ വടക്കേക്കാട് അംശത്തിലെ കൗക്കാനം ചെട്ടി ദേശത്ത് ഒരു മഹാനായ ബ്രാഹ്മണൻ ഭദ്രകാളിയുടെ ഉപാസകനായിട്ടുണ്ടായിരുന്നു. പൂജയും ധ്യാനവുമൊക്കെ വിധി പ്രകാരം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ദേവീ ദർശനം മാത്രം ലഭിച്ചില്ല. വേദനയോടുകൂടി അദ്ദേഹം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി. അവിടെ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു. ആകാശത്തിൽ നിന്നും അപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഇവിടെ നിന്നാൽ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. ദക്ഷിണ ദിക്കിലേക്കുള്ള മണ്ടക്കാട്ടിലേക്ക് പോകുക. കാടുകളും പുഴകളും ചതുപ്പുകളും കടന്ന് അയാൾ ദൂരെ ഒരു പ്രദേശത്ത് എത്തി. അതും ഒരു വിജന പ്രദേശത്ത്. അന്ന് പൗർണമി ദിവസം രാത്രിയായിരുന്നു. മഴയും കാറ്റും ആകാശത്തിന്റെ കോപം പോലെ അതിന്റെ ഉഗ്ര തേജസ് ചൊരിഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം ഒരു ഉഗ്രരൂപം ആകാശത്തിൽ തെളിഞ്ഞു കാണപ്പെട്ടു. ഭദ്രകാളി. ആ ബ്രാഹ്മണൻ ഭയന്ന് വിറച്ചു പറയുകയുണ്ടായി, അമ്മേ, ശാന്തസ്വരൂപത്തിൽ ദർശനം നൽകണമേ. അമ്മ ചിരിച്ചു. ഉഗ്രത ശാന്തതയായി മാറാൻ കേവലം ഒരു നിമിഷം മാത്രം. അമ്മ ഇപ്രകാരം പറഞ്ഞു, ഇനി നീ മണ്ടയ്ക്കാട്ടേക്ക് പോകണ്ട. ഈ ദേശത്തിന്റെ നാഥയായി ഞാൻ ഇവിടെ വാഴുന്നതാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം ഇന്ന് നരീഞ്ചിപ്പുരയിടം. അക്കാലത്ത് രാജാവിന്റെ അനുഗ്രഹത്തോടെ തച്ചുശാസ്ത്ര വിധിയിൽ ക്ഷേത്രം പണിതു. ആ ദേശം പിന്നീട് ദേവികുളങ്ങര എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി പരമശിവൻ, മഹാഗണപതി, യക്ഷിയമ്മ, കാമ്പിത്താൻ അഥവാ വെളിച്ചപ്പാട്, യോഗീശ്വരൻ, മറുത, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരും വാഴുന്നു. നിറമാലയും വിളക്കും, ചാന്താട്ടം, പന്തീരാഴി, കുങ്കുമാഭിഷേകം, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വ്യാഴാഴ്ച ദിവസം പ്രത്യേകമായി നടയമഠത്തിൽ പാൽപായസവും സന്താന സൗഭാഗ്യത്തിനായി കാമ്പിത്താന് പൂപ്പടയും ഇവിടുത്തെ വിശേഷ വഴിപാടുകളാണ്. മകരഭരണി നാളിൽ ദേവി പുറത്തെഴുന്നള്ളുന്നു. ചൊവ്വയും വെള്ളിയും വിശേഷങ്ങളായി 6 കരകളിലേക്ക് പറയെടുപ്പ്. മധ്യ തിരുവിതാംകൂറിലെ അപൂർവ ആചാരം ഇവിടെയാണ്. മീനമാസത്തിലെ രേവതിയും അശ്വതിയും ഇവിടുത്തെ അത്ഭുതകരമായ ആട്ടവിശേഷം എന്ന് പറയാം. ദേവി വാഴും ദേവികുളങ്ങരയിൽ ദീപങ്ങൾ തെളിയുന്നു മനസ്സുകളിൽ. കണ്ണീരിൽ പോലും കൃപയുള്ളവൾ, കണ്ണായി നിൽക്കുന്ന കരുണാമയി. കായംകുളം രാജാവിന്റെ ഇഷ്ടദേവി ഇന്നും പൗർണമിയിൽ എഴുന്നള്ളും എന്ന വിശ്വാസം. ജീവിതത്തിലെ ദുഃഖവും സന്തോഷവും എല്ലാം അവളുടെ കൃപയിൽ. അഭീഷ്ടവരദായിനിയായി സർവൈശ്വര്യങ്ങൾ ചൊരിയുന്ന ദേവികുളങ്ങര ഭഗവതി ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് നിത്യസാന്നിധ്യമായി വാഴുന്നു. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത്തരം ആത്മീയ അറിവുകൾക്കായി, ക്ഷേത്ര വിശേഷങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക.
നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.